എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ബജാജിൻ്റെ പൾസർ NS400Z. ഈ മോട്ടോർ സൈക്കിൾ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തതേ ഉള്ളൂ. എന്നാലും ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്ഡേറ്റ്സുമായി റെഡിയായി വന്നിട്ടുണ്ട്. എന്താണ് അപ്ഡേറ്റ്സ്? ഏറ്റവും വലിയ അപ്ഡേറ്റ് എഞ്ചിനാണ്. ഇൻറ്റേർണൽസ് എല്ലാം ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബജാജ് പറയുന്നു നേരത്തെ ഉണ്ടായിരുന്ന കാസ്റ്റ് പിസ്റ്റൺ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ഫോർജ് പിസ്റ്റൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ എന്താ പറ്റിയേക്കുന്നതെന്ന് വെച്ചാൽ റെഡ് ലൈൻ 1000 RPM കൂടിയിട്ടുണ്ട്. പീക്ക് പവർ ആൻഡ് പീക്ക് ടോക്ക് വരുന്ന RPM 500 RPM വെച്ച് കൂടിയിട്ടുണ്ട്. ടോക്ക് ഇസ് ദ സെയിം. പവർ 3 ഹോഴ്സ് പവർ കൂടിയിട്ടുണ്ട്. പിന്നെ ബജാജ് പറയുന്നു ഇതിൻ്റെ സ്പോർട്ട് മോഡ്, റെയിൻ മോഡ്, റോഡ് മോഡ് ഇതിൻ്റെയൊക്കെ മാപ്പിങ്ങും മാറ്റിയിട്ടുണ്ടെന്ന്. പക്ഷേ അത് നമുക്ക് ഓടിച്ചാലേ മനസ്സിലാക്കാൻ പറ്റൂ. അതൊക്കെ ഞാൻ സൺഡേ അറിയിക്കാം. കഴിഞ്ഞ വർഷം ഈ മോട്ടോർ സൈക്കിൾ ട്രാക്കിൽ ഓടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് നല്ലോണം ടെസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് ബജാജിന് കൊടുത്തപ്പോൾ ദ യൂസ്ഡ് എ ലോട്ട് ഓഫ് ദാറ്റ് ടു മേക്ക് ചേഞ്ചസ് ഹിയർ. ഈ ടയർ, ഫ്രണ്ട് ടയർ കഴിഞ്ഞ വർഷം റേഡിയൽ അല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫ്രണ്ടും റിയറും റേഡിയലാണ്. റിയറിൻ്റെ സൈസും മാറിയിട്ടുണ്ട്. 140/70 സ്ട്രൈറ്റ് 150/60 ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന മോട്ടോർ സൈക്കിളിന് ക്വിക്ക് ഷിഫ്റ്റർ ഇല്ലായിരുന്നു. എന്നാൽ ഇതിന് അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. ഈ പറഞ്ഞ അപ്ഡേറ്റ്സ് എല്ലാം ചേർത്തിട്ടും ഈ മോട്ടോർ സൈക്കിളിൻ്റെ പ്രൈസ് ഇന്നും 2 ലക്ഷം രൂപയ്ക്ക് താഴെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന 1.85 ലാക്കിൽ നിന്ന് ഇപ്പോൾ ഈ പൾസറിൻ്റെ വില 1.93 ലാക്കായിട്ടേ മാറിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ an 8,000 rupee ഇൻക്രിമെൻറ്റ്. ഈ മോട്ടോർ സൈക്കിൾ ഞാൻ ഓടിച്ച് കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ അഭിപ്രായം സൺഡേ അറിയിക്കാൻ പറ്റുള്ളൂ. ആ ടൈമിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് കോമെൻറ്റ്സിൽ ചോദിക്കുക. സൺഡേ ആകുമ്പോഴത്തേക്കും എല്ലാത്തിനും മറുപടി തരാം.